ഹലോ ഗെയിമേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു അയൺ ഫാമാണ്. നമുക്കിവിടെ അയണിൻ്റെ ഭയങ്കര ഷോർട്ടേജ് ഉണ്ട് ഗൈസ്. അയണൊന്നുമില്ല നമ്മുടെ കയ്യിൽ. അപ്പോൾ ഒരു അയൺ ഫാമാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ അടുത്തുള്ള വില്ലേജിൽ പോയി നമ്മൾ കുറേ ബെഡ് കളക്ട് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ സ്പ്രൈ ഗ്രാസ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണെന്ന് എനിക്ക് തോന്നും. ഞാനത് മൈനിങ്ങിന് പോയപ്പോൾ എനിക്ക് ഒരു അമത്തിസ്റ്റ് കേവ് കിട്ടി. അമത്തിസ്റ്റിൻ്റെ ഒരു കേവ് പോലെ കിട്ടി. അപ്പോൾ അവിടെ നിന്ന് എടുത്താണ്. പിന്നെ കഴിഞ്ഞ എപ്പിസോഡ് കാണാത്തവർക്കറിയാം, ഞാൻ കഴിഞ്ഞ എപ്പിസോഡ് ക്രോഫാം ഉണ്ടാക്കി. ക്രോഫാമിൽ പക്ഷേ ഞാൻ പറഞ്ഞായിരുന്നു നോക്കൂത്തി പോലത്തെ എന്ത് സാധനം ഉണ്ടാക്കി വയ്ക്കുമെന്ന്. പക്ഷേ ആ എപ്പിസോഡ് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം വീഡിയോയ്ക്ക് ലെന്ത് കൂടും. ബട്ട് നമ്മൾ ഓഫ് ക്യാമറ ചെയ്തിട്ടുണ്ട് ഗൈസ്. എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക. പിന്നെ ഈ സ്പൈ ഗ്ലാസ് അത് ഞാൻ ജാവയുടെ മോഡ് ഇട്ടുകൊണ്ടാണ് നമ്മൾ സൂമിങ് മോഡ് പോലെ അയക്കുന്നത്. അല്ലെങ്കിൽ ബെഡ് റോക്ക് ആണെങ്കിൽ ഒരു ശരിക്കും സ്പൈ ഗ്ലാസ് എടുത്തു പോലെ 3 അമത്തിസ്റ്റേ കിട്ടിയുള്ളൂ. അതെങ്ങനെ കിട്ടിയെന്നും ഞാനൊരു വീഡിയോ ക്ലിപ്പ് ഇപ്പം ഇട്ട് തരാം. ഞാൻ കേവിൽ പോയതാണ്. നിങ്ങൾ കണ്ടാണെന്ന് തോന്നുന്നു ആ ക്ലിപ്പിൽ നമുക്ക് നേരത്തെ കിട്ടിയതാണ്. നിങ്ങൾ ആ ഡേ കൗണ്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമുക്ക് നേരത്തെ കിട്ടിയതാണ്. ഒരു കുഞ്ഞു കഴിവൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ ഈ സമയത്ത് ഞങ്ങൾക്ക് ചുമ്മാ കോപ്പർ സ്മെൽറ്റ് ചെയ്ത് ഒരു സ്പൈ ഗ്ലാസ് ചുമ്മാ ഉണ്ടാക്കിയെന്നുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ അയൺ ഫാം ഉണ്ടാക്കാൻ പോവാം. അതിന് മുമ്പ് ഗൈസ്, നിങ്ങൾ പറഞ്ഞാൽ ഇവിടെ തന്നെ ഉണ്ടാക്കണമെന്ന് എനിക്ക് സംശയമുണ്ട്. അതുകൊണ്ട് പകുതി വരെ കുഴിച്ചിട്ടു. പിന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ മറന്നായിരുന്നു. എന്നിട്ടാ വീണ്ടും റെക്കോർഡ് ചെയ്യണം. കുഴിച്ചിടണൊക്കെ ഞാൻ എടുക്കാൻ മറന്നുപോയി. അത് നിങ്ങൾ ക്ഷമിക്കുക. നമുക്ക് ഇനി പോയി ഫ്ലിൻറ്റ് ഒന്ന് കളക്ട് ചെയ്തിട്ട് ആ ടേബിൾ ഉണ്ടാക്കാം. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫ്ലെക്സിങ് ടേബിൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതൊന്ന് കുഴിക്കാം. ഗൈസ്, നമ്മൾ കുഴിച്ചിട്ടുണ്ട്. നമ്മൾ 8 ബ്ലോക്ക് അടിയിലേക്ക് കുഴിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ ബ്ലോക്ക് വയ്ക്കുക. ഗൈസ്, ഇതിൻ്റെ ട്യൂട്ടോറിയൽ വേണമെങ്കിൽ ഞാൻ ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. ഇപ്പോൾ ട്യൂട്ടോറിയൽ പറഞ്ഞ് ചെയ്യാൻ ഭയങ്കര പാടാണ്, കാരണം വീഡിയോയിൽ എന്താവും അതൊക്കെയാവും. എന്നിട്ട് നമ്മളിങ്ങനെ ബെഡ് വയ്ക്കുക. എന്നാലും ഞാൻ ട്യൂട്ടോറിയൽ പോലെ പറഞ്ഞ് ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ 5 ബെഡ് ആദ്യം ഡേറ്റ് വെച്ച് കഴിഞ്ഞ ശേഷം ഈ അടിയിലത്തെ ഡേറ്റെല്ലാം പൊട്ടിച്ച് കളയുക. കൗച്ച് ചെയ്തൊന്ന് പൊട്ടിച്ചാലും മതി ഗൈസ്, അല്ലെങ്കിൽ താഴേക്കൊരു ബ്ലോക്ക് കുഴിച്ചിട്ട് പൊട്ടിച്ചാലും മതി. ബെഡ് പൊട്ടിപ്പോയി. ഇതങ്ങനെ ചില സമയത്ത് അങ്ങനെയാവും. നിങ്ങളത് ശ്രദ്ധിച്ച് പൊട്ടിച്ചാൽ മാത്രം മതി. അവിടെ പോയിട്ട് ഇത് എല്ലാം ഡേറ്റും പൊട്ടിച്ച് കളഞ്ഞിട്ട് താഴെയും ബെഡ് വയ്ക്കണം. 5 ബെഡ്. അപ്പോൾ ടോട്ടൽ 10 ബെഡാവും. അതുപോലെ തന്നെ ഇപ്പുറം സൈഡും ചെയ്യണം. കണ്ടോ, ഇപ്പം അങ്ങനെ 7 ബെഡായി. അത് കഴിഞ്ഞ് ഈ സൈഡും കൂടെ നിങ്ങളത് ചെയ്യണം. കണ്ടോ, ഞാൻ 2 സൈഡും അങ്ങനെ ചെയ്തു. ലാസ്റ്റ് ബെഡ് വെച്ചു. ഇപ്പോൾ കറക്റ്റ് 20 ബെഡായിട്ടുണ്ട്. ഇങ്ങനെ മേളിൽ കൂടെ ബ്ലോക്ക് വെക്കണം ഗൈസ്. അത് നമുക്കൊന്ന് വെക്കണം. ബ്ലോക്ക് പോയി മൈൻ ചെയ്തിട്ട് വെച്ച് കഴിഞ്ഞ് നമുക്ക് ഫ്ലെക്സിങ് ടേബിളൊക്കെ വയ്ക്കണം ഗൈസ്. നമ്മൾ അതും വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് ഇവിടെ ഫുൾ കുഴിക്കുക. 5 ബ്ലോക്ക് വെച്ച് ഇപ്പുറത്തും 5 ബ്ലോക്ക് വെച്ച് കുഴിക്കുക. പക്ഷേ ഞാൻ മാക്സിമം ട്യൂട്ടോറിയൽ പോലെയാണ് പറഞ്ഞ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തേക്കാം. ബെഡ് റോക്കിൽ എന്തായാലും 20 വില്ലേജർ പണിയെടുത്താൽ മാത്രമാണ് നമുക്ക് കായംകുളം ഫോണാക്കാൻ പറ്റുള്ളൂ.
നമുക്ക് ഇനി ഇതെല്ലാം എടുത്ത് ഇങ്ങനെ 5 5 വഴി വെക്കാം. പിന്നെ എനിക്ക് ഗെയിം കളിക്കുമ്പോൾ ഈ കമൻട്രി പറഞ്ഞുകൊണ്ട് കളിക്കാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഗെയിം കളിക്കുമെങ്കിൽ മിണ്ടാതെ നിന്ന് കളിക്കാനാണ് ഇഷ്ടം. ബട്ട് ചാനൽ ഇടുമ്പോൾ നമ്മൾ കമൻട്രി പറഞ്ഞാലേ നിങ്ങൾക്കും കാണാൻ രസം ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. പക്ഷെ വലിയ രസമൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. എൻ്റെ കമൻട്രി വളരെ മോശമാണ്. നമ്മുടെ വില്ലേജിൽ എത്തി വില്ലേജറിനെയും കൊണ്ടുവരുവാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് വെച്ചാൽ തന്നെ കയറിക്കോളും. കണ്ടോ ഗൈസ്? കാരണം എന്ന് വെച്ചാൽ നമ്മൾ ലീഡ് ഉണ്ട്. നമുക്ക് പിന്നെ ലീഡ് ഫാം ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കറിയാം. കാരണം നമ്മുടെ കയ്യിൽ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന എല്ലാ ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം ഈ ലീഡ് ഫാം എന്നാന്നറിയാം. നമ്മുടെ ട്രേഡർ വരുമ്പോൾ തല്ലിക്കൊന്നാൽ മതി, ഇഷ്ടം പോലെ ലീഡ് കിട്ടിക്കോളും. ലീഷ് ചെയ്തിട്ട് നമുക്ക് വെള്ളത്തിലേക്ക് ഇറക്കിയത്. അപ്പോൾ നല്ല വെക്കുന്ന കൊണ്ടുപോകാം. വില്ലേജ് അടുത്ത് തന്നെ ആയതുകൊണ്ട് ഭയങ്കര ഈസിയാണ് ഫാം ഉണ്ടാക്കും. പിന്നെ ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചേക്കണം, വില്ലേജിൽ മിനിമം ഒരു 100 ബ്ലോക്ക് അകലെയെങ്കിലും പോകണം. ബട്ട് നമ്മളെ വില്ലേജർ ആയതുകൊണ്ട് ഞാൻ 150 ബ്ലോക്ക് അകലെ തന്നെ പോകണം. കാരണം പറയാൻ പറ്റില്ല, 100 ബ്ലോക്ക് അകലെ ആയാലും ചില സമയത്ത് വില്ലേജർ പണിയെടുക്കും. ബെഡിൽ നിന്ന് ലിങ്കായി കിടന്ന് പണിയാവും. അപ്പോൾ നിങ്ങളൊരു 150 ബ്ലോക്കെങ്കിലും സേഫ്റ്റിക്ക് പോയേ. ഒരു 50 ബ്ലോക്ക് അകലെ പോയാലും വലിയ കുഴപ്പമൊന്നുമില്ലല്ലോ ഗൈസ്. ഞാനങ്ങനെ നമ്മുടെ വീടിൽ നിന്ന് എന്തായാലും ഞാൻ നോക്കിയപ്പോൾ ഒരു 170 ബ്ലോക്ക് അപ്പറയാണ് ഈ ഫാം വരണേ. ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. നമ്മുടെ വീടിനുള്ള സാധനങ്ങൾ ഞാൻ കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. പിന്നെ കളക്ട് ചെയ്യാൻ തുടങ്ങണം. ഈ അയൺ ഫാം 2 വില്ലേജിൽ ഇട്ട് കഴിയുമ്പോൾ ബാക്കി വീടായി വലുതാൻ കുറേ സമയം എടുക്കും. അപ്പോഴേക്കും ആ വീടുണ്ടാക്കാനുള്ള സാധനങ്ങളും കളക്ട് ചെയ്യണം. ഓ ഇവിടെയല്ലേ, അപ്പറ സൈഡ് കുഴപ്പമാണ്. ഇതല്ലേ അപ്പറ സൈഡാണ് ഗൈസ്. പിന്നെ ചാനൽ നിങ്ങൾ കാണുന്ന ആൾക്കാർ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല ഗൈസ്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടുക ഗൈസ്. നമുക്കിതിങ്ങനെ പോകണോ? അവിടെയാണ് ആൾക്കാരുള്ളത്. അങ്ങോട്ട് പോവാം. പിന്നെ അപ്ഡേറ്റിലുള്ള മറ്റേ പുതിയ ചെടി പോലത്തെ സാധനമില്ലേ നമ്മുടെ ഈ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ, അത് അടിപൊളി ചെടിയാണ്. അതിനും വെച്ച് നമ്മുടെ വീട് ഉണ്ടാക്കി കഴിയുമ്പോൾ ഒരു ബിൽഡ് ഉണ്ടാക്കണം. അതൊക്കെ വരുന്ന എപ്പിസോഡ് ചെയ്യാം. ഇവിടെ ബ്ലോക്ക് വെച്ച് കയറുമോ ഇല്ലയെന്ന് തോന്നുന്നു ഗൈസ്. വെള്ളത്തിലായതുകൊണ്ട് ലീഡ് അങ്ങനെ പൊങ്ങി വരില്ല. അപ്പോൾ നമ്മൾ ഈ ഇവിടുത്തെ ബ്ലോക്കിലെടുത്ത് മാറ്റിക്കഴിഞ്ഞ് മൊത്തം മാറ്റി കഴിയുമ്പോൾ ഇത് ഇങ്ങോട്ട് വരും. അത് കഴിഞ്ഞ് വെള്ളം നമുക്ക് ബ്ലോക്ക് ചെയ്തിട്ടാൽ മതി ഗൈസ്. അപ്പോൾ തന്നെ അവർ വന്നോളും. ഒരു സ്റ്റോൺ എടുത്ത് ബ്ലോക്ക് ചെയ്തപ്പോൾ അവർ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പൊട്ടിച്ച് കളയാം. ഇനി എൻ്റെ മേളിൽ കയറി അതിൻ്റെ ബ്ലോക്ക് വെച്ച് അതിൻ്റെ ആവശ്യം വന്നില്ല. അതിനും അവർ വന്നു. ബ്ലോക്ക് വെച്ചു, വന്നില്ല. ഒരു ബ്ലോക്ക് കൊണ്ട് വയ്ക്കാം. കണ്ടോ, ഇങ്ങനെ അവർ കയറി വന്നോളും. പൊട്ടിച്ച് കളഞ്ഞ് നമുക്ക് നേരെ അയൺ ഫാമിലേക്ക് ഇവരെ അങ്ങ് ഇട്ടേക്കാം. ഗൈസ് ഇതൊക്കെ ഇന്നത്തേക്ക് വില്ലേജിൽ ഇട്ട് ഫുഡ് കൊടുത്തിട്ട് മേളൊന്ന് അടിച്ചു വെക്കണം കേട്ടോ. പിന്നെ ഇവിടെ ജോലി എടുക്കണം നോക്കണം. ഇതിൻ്റെ ജോലി എടുക്കണം. 2 പേര് എടുത്തിട്ടുണ്ട് ഗൈസ്. എന്നോട് നിങ്ങൾ ക്ഷമിക്കുക, ഞാൻ ബാക്കി റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ബട്ട് സ്റ്റിൽ നമ്മുടെ അയൺ ഫാം വർക്കിംഗ് കൂടെയാണ് ഗൈസ്. 2 അയങ്ങളും സ്പോണായിട്ടുണ്ട്, ക്യാറ്റും സ്പോണായിട്ടുണ്ട്. നമുക്കിവിടെ നമ്മുടെ ഒരു കില്ലിങ് ചേപ്പറും കൂടെ ഉണ്ടാക്കിയത് ലാവയൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഗൈസ്. അത് നമുക്ക് കുറേ ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടിൽ കിട്ടിയില്ലായിരുന്നു. ബ്ലാക്ക് സ്മിത്തിൻ്റെ വീടിൻ്റെ അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഗൈസ് ഞാനൊരു ഈ വീഡിയോയിൽ തെറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ ആ സ്ലാബിന് പകരം സ്റ്റോൺ സ്ലാബ് വെക്കണം, അല്ലെങ്കിൽ കത്തിപ്പോവും. ഞാൻ ഇത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് കാണുന്നത്.
അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കുവാണെങ്കിൽ നിങ്ങൾ സ്റ്റോൺ സ്ലാബ് അങ്ങനത്തെ സ്ലാബ് വെച്ചുണ്ടാക്കുക. ആ താഴെ ഇവിടെ അതും വെച്ച് കഴിഞ്ഞ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അവിടെ ലാവ ഇടണം. അതിന് മുമ്പ് വെള്ളം ഒഴിക്കണം ഗൈസ്. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ന് ലാവ വയ്ക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ വെച്ചേക്കണ വുഡിൻ്റെ സാധനങ്ങളാണ്, അപ്പോൾ അത് കത്തിപ്പോവും. വെള്ളം ഒഴിച്ചിട്ട് ലാവ ഒഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ കത്തിപ്പോവില്ല. അപ്പോൾ അത് നമുക്ക് ലാവ ഇവിടെ ഒഴിച്ച് ഇവിടെ ഒരു ബക്കറ്റ് വെള്ളം ഒഴിച്ച് രണ്ടാമത്തെ ബ്ലോക്കിൽ വെള്ളം ഒഴിക്കുക ഗൈസ്, അവിടെ തന്നെ. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ചെയ്യണം. ദീപം മുട്ടിച്ചു. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് ലാവ ഒഴിച്ചിട്ടുണ്ട്. കണ്ടോ, അയങ്കോളം വന്ന് ഇത് വർക്കിംഗ് ആവണം കൂടെ ഉണ്ട്, സെറ്റായി വർക്കാവുന്നുണ്ട്. ബട്ട് ഇവിടെ സ്പോണിങ് ലീഫ് വെച്ചിട്ടാണ് നമ്മുടെ വേറെ സൈഡൊക്കെയാണ് സ്പോൺ ആവണേ. അപ്പോൾ ഇവിടെ ഞങ്ങൾ പാത്താക്കുക ഗൈസ്. പാത്താക്കിയാലും അയങ്കോളം ഇവിടെ സ്പോൺ ആവില്ല. കാരണം നമ്മുടെ അയങ്കോളം ഇവിടെ സ്പോണായിട്ട് അങ്ങോട്ട് പോയി. ഇനി ഇവിടെ എല്ലാം പാത്താക്കിയിട്ട് അയങ്കോളം കൊല്ലണം, അന്ന് ഇവിടെ സ്പോൺ ആവും. പിന്നെ നിങ്ങളുടെ അയൺ ഫാം വർക്കായില്ലെങ്കിൽ നിങ്ങളിവിടെ ചെക്ക് ചെയ്യണം. കാരണം അയങ്കോളം വേറെ എവിടെയും സ്പോണായി നിൽക്കുമ്പോഴും വർക്കാവില്ല. പിന്നെ നമ്മൾ ഈ അടുത്ത് വേറെ അയങ്കോളം ഉണ്ടെങ്കിലും വർക്കാവില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ. അതുകൊണ്ട് ഇപ്പം തന്നെ ഓർമ്മ വർക്കാവണുള്ളൂ. ബാക്കി വേറെ ഒരു അയങ്കോളം ഇവിടെ സ്പോൺ ആയതുകൊണ്ടാണ്, അപ്പുറത്ത് സ്പോണായി നിൽക്കണതുകൊണ്ടാണ് വേറെ അയങ്കോളം വരാത്തത്. നമുക്ക് 2 അയങ്കോളം ഈ ഫാമിൽ നിന്ന് ഒന്നിച്ച് സ്പോണാവും. നമ്മളിവിടെയും കൂടെ ബ്ലോക്ക് വയ്ക്കണം ഗൈസ്, എന്നാണ് കാരണം വെള്ളത്തിൻ്റെ അവിടെ സ്പോൺ ആവേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ വർക്കാവുന്നുണ്ട്. ഇപ്പോൾ വലിയ ഇഷ്യൂ ഒന്നും ഇല്ല. അപ്പോൾ നമുക്കിവിടെ ബ്ലോക്കും വെച്ച് പാത്ത് ചെയ്താൽ മാത്രം മതി. ഈ ലീഫ് എടുക്കുന്നതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കണ്ടോ, അയൺ ഫോം വർക്കായിട്ടുണ്ട് ഗൈസ്. സ്റ്റിൽ ഇവിടെ അയങ്കോളം വരെ ഫോൺ ആയിട്ടുണ്ട്. അവനെ അടിച്ചിട്ട് നമുക്ക് ബ്ലോക്ക് വെച്ച് നിൽക്കാം. നിങ്ങളുടെ കയ്യിൽ കുറേ സ്റ്റോൺ കണ്ടിട്ടുണ്ട്. അത് ഞാൻ ചെയ്യുന്നത് വെച്ചാൽ, നമ്മുടെ ഇപ്പോൾ 20 വില്ലേജർ ആവാൻ കുറേ സമയം എടുക്കുമല്ലോ. അപ്പോഴേക്കും നമ്മൾ പോയി നമ്മുടെ വീടിനുള്ള മെറ്റീരിയൽസും റിസോഴ്സസും എല്ലാം കളക്ട് ചെയ്ത് നമ്മുടെ ഒരു സെക്ഷൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് വയ്ക്കാം. പക്ഷെ അതൊന്നും തികയില്ല ഗൈസ്. നമുക്ക് അടുത്ത എപ്പിസോഡിലും സെറ്റ് ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ എന്തായാലും ഒരു വീടാണ് ഉണ്ടാക്കാൻ പോണേ. പിന്നെ നമുക്കിവിടെ ഡാർക്ക് ഓക്കിൻ്റെ വുഡ് കിട്ടി. അതും ഞാൻ പറഞ്ഞു തരാം അത് എവിടെ നിന്നാണ് കിട്ടിയെന്ന്. നമ്മൾ ഒരു മറ്റേ വുഡ് വെട്ടാൻ നമ്മുടെ എന്ന് വെച്ചാൽ നമുക്ക് 6 സ്റ്റാക്ക് മറ്റേ ഓക്കിൻ്റെ വുഡ് വേണം. അപ്പോൾ നമ്മൾ കണ്ടോ 6 സ്റ്റാക്ക് ഓക്കിൻ്റെ വുഡ് നമുക്ക് വേണം. അപ്പോൾ നമ്മൾ നേരെ അങ്ങ് അയൺ ഫാമിൻ്റെ നേരെയുള്ള സ്ഥലത്തേക്ക് പോയി. കണ്ടോ ആ സൈഡിൽ പോയപ്പോൾ കിട്ടിയതാണ് ഡാർക്ക് ഓക്കിൻ്റെ ഒരു ഫോറസ്റ്റ് ഉണ്ട്. ആ നേരെ പോകുമ്പോൾ എല്ലാവരും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും സബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ഗൈസ്. അപ്പോൾ